ഉള്ള സംശയങ്ങളുണ്ട്. നാട്ടുകാർ പങ്കുവെക്കുന്നത് പോലെ ആ കുടുംബത്തിൻ്റെ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന കാര്യത്തിൽ അവർ സ്ഥിരീകരിക്കുന്നില്ല. ചില പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷേ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. സംശയത്തിന് ഇട നൽകുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. അരുൺ നേരത്തെ കാണിച്ചതുപോലെ അടുക്കള വാതിൽ വഴി വേണം ആ പിറകുവശത്തെ ആ കിണറിൻ്റെ സമീപത്തേക്ക് പോകാൻ. അങ്ങനെയെങ്കിൽ ഒരിക്കലും 2 വയസ്സുള്ള കുട്ടിക്ക് തന്നെ പോകാവുന്ന സാഹചര്യമല്ല. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ദുരൂഹതകളുടെ അങ്ങേയറ്റം ദുരൂഹതകൾ നിരവധിയുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് സാഹചര്യം. അടുക്കളയ്ക്കകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്താണ് ആ കുടുംബത്തിൽ ഇന്നലെ സംഭവിച്ചത്? തീപിടുത്തമുണ്ടായി എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അക്കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടി വരും എന്നതാണ് സാഹചര്യം. ഒരു പക്ഷേ നാട്ടുകാർക്ക് പറയുന്നതിനും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും സങ്കീർണതകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മൊഴിയെടുപ്പാണ് പോലീസ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കുമെന്ന് കരുതാം. എന്തായാലും പോലീസിന് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സിലെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല, കുടുംബം ഉന്നയിക്കുന്നത് പോലെ ഇത് പുറത്തു നിന്നും കുട്ടി എങ്ങനെ പുറത്തേക്ക് പോയി എന്ന് സംബന്ധിച്ച് അത് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. അരുൺ തുടരുന്നുണ്ട്. അരുൺ സംസാരിച്ചു വന്നതുപോലെ അവിടുത്തെ ഒരു പശ്ചാത്തലം കാണുമ്പോൾ ആ കുട്ടി വാതിൽ തുറന്ന് എന്തായാലും സ്വയം പുറത്തേക്ക് പോവില്ല. പിന്നെ എന്ത് സംഭവിച്ചു? നമുക്ക് എങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങളെ വിലയിരുത്താൻ പറ്റും? സഹിത്ത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് ഈ വീടിന്റെ അടുക്കള ഭാഗമാണ്. അതിന് മുകളിലാണ് ഇവർ കിടന്നുറങ്ങിയെന്ന് പറയുന്ന മുറിയുള്ളത്. സ്വാഭാവികമായും ആ മുറിയിൽ നിന്നിറങ്ങി അടുക്കള പിന്നിട്ട് ഇവിടെ പുറത്തെ വാതിൽ തുറന്നു വേണം കിണറിന്റെ ഭാഗത്തേക്ക് എത്താൻ. സ്വാഭാവികമായും ആരെങ്കിലും എടുത്തുകൊണ്ടുവരാതെ ഈ കുട്ടിക്ക് ഒരു കാരണവശാലും ഇറങ്ങി അങ്ങനെ വരാൻ കഴിയില്ല. ഒരു ആൾമറയുള്ള കിണറ്റിലേക്ക് 2 വയസ്സുള്ള കുട്ടി എങ്ങനെ എത്തും എന്നുള്ളതായിട്ട് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൊലപാതകം എന്നുള്ളതിനേക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഇതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഇവർ ഇവർ കിടന്നുറങ്ങി എന്ന് പറയുന്ന മുറിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ പോകുന്നത്. ഈ ക്യാമറയിൽ വിമുളി അവിടേക്ക് ഫോക്കസ് ചെയ്യും. ഇത് കാണുന്ന ഈ മുറിക്കുള്ളിലാണ് ഈ കുടുംബം, ഈ കുട്ടിയും അച്ഛനും അമ്മയും കിടന്നുറങ്ങിയത്. അമ്മാവനും ഉണ്ടായിരുന്നു. ആ മുറിക്കുള്ളിൽ നിന്നാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ടുപോയത്. അതാണ് ഇതിന് ഏറ്റവും വലിയ ദുരൂഹത. സ്വാഭാവികമായും സംശയം കുടുംബാംഗങ്ങളിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ മാറുന്നു. അത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീട്ടിനുള്ളിൽ കയറി കുട്ടിയെ എടുത്തുകൊണ്ട് പോകണം. അതിനുള്ള സാധ്യതകൾ വിരളമെന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീട് ഏകദേശം പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നു. നമ്മൾ കാണുന്നത് വീടിനുള്ളിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ കിടന്നുറങ്ങിയ 2 വയസ്സുള്ള കുട്ടി എങ്ങനെ പുറത്തേക്ക് പോയി എന്ന ചോദ്യമാണ് പ്രധാനമായും അവശേഷിക്കുന്നത്. അത് തന്നെ ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരു കാരണവശാലും കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഏതായാലും വീട്ടുകാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം. 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. 3 പേരെയും പോലീസ് വിശദാംശങ്ങൾ ചേരുന്നു, ചോദ്യം ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അരുണ്, ഈ മൂത്ത കുട്ടി എവിടെയാണുള്ളത്? കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ ആ വീടിൻ്റെ പരിസരത്ത് തന്നെയാണോ? പോലീസ് അവിടെ തന്നെയാണോ അവരെ വെച്ചേക്കുന്നത്? അതോ മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ? അവർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില മണ്ണെണ്ണയുടെ ഗന്ധമൊക്കെ ഇതിനടുത്ത് കുട്ടിയുടെ ശരീരത്തിലും മറ്റും ഉണ്ടായിരുന്നു തലത്തിലുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കുട്ടിയെ കണ്ടെടുക്കുമ്പോൾ മണ്ണെണ്ണയുടെ അംശം അല്ലെങ്കിൽ ഗന്ധം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ കൗൺസിലറാണോ? മുൻ മെമ്പറാണ്. മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നു എന്നൊക്കെ പറയാൻ. അല്ല, അത് മുറി കത്തിച്ചിരുന്നു. കുട്ടിയുടെ മാമന്റെ റൂമാണ്. അത് കത്തിച്ചിരുന്നു. കുറെ വെള്ളം ഒഴിച്ച കാണാച്ച് പെട്രോൾ ഒഴിച്ചെന്തോ കത്തിച്ചതാണ്. ഇല്ല, അപ്പുറം ഇതിനപ്പുറം അതിനപ്പുറമുള്ള മുറിയാണ്. അവിടെയാണ് കത്തിച്ചിട്ടുള്ളത്. കുട്ടി മാമനൂടെ കിടന്നു എന്നാണോ പറയുന്നത്? ഇല്ല. രാവിലെ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി, തീയിട്ടു. അതിന്റെയൊക്കെ വൈരാഗ്യത്തിൽ കൊച്ചിനെ എടുത്തുകൊണ്ടതായിരിക്കാം. ഇനിയിപ്പം എത്ര പ്രായമുള്ള ആളാണ്? ഒരു 22 വയസ്സോളം വരും. ജോലി ചെയ്യുന്ന ആളാണ്? ഇല്ല, വേറെ ജോലിയൊന്നുമില്ല. ഹരി ജോലി ഇല്ലാത്ത ആളാണ്. ജോലിയൊന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ. ഇവർ 3 പേര് മാത്രമാണ് ഇവിടെ ഉള്ളത്? ഇല്ല, കുട്ടിയുടെ അമ്മുമ്മയുണ്ട്, മൂത്ത കുട്ടിയുണ്ട്, അച്ഛനും അമ്മയുണ്ട്. മൂത്ത കുട്ടിയുണ്ട് അവർക്ക്? ഒരു മൂത്ത വയസ്സുണ്ട്. അതിന്റെ ഒരു 5-6 വയസ്സ് വരും. ഈ അമ്മുമ്മ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മയാണ്? പെൺകുട്ടിയുടെ അമ്മ. രാഗിണി. രാഗിണി.
അവരും ഈ രണ്ട് മകനും മകളും ഈ ഭർത്താവും അല്ലെ, ഈ പെൺകുട്ടി ഭർത്താവും ഭർത്താവ് രണ്ട് പിള്ളേരുമാണുള്ളത്. 2 പിള്ളേരുമാണുള്ളത്. അവരെല്ലാവരും ഇപ്പൊ കസ്റ്റഡിയിലാണ്. എല്ലാവരും കസ്റ്റഡിയിലാണ്. മൂത്ത കൊച്ചിനെ പോയിട്ട് ബാക്കി എല്ലാവരെയും കൊണ്ടുപോയിട്ട്. നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? എന്ത് വാർത്ത വന്നറിയുന്നതാണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ. ഇവിടെ രാവിലെ അവിടെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, റോഡിലാണ് ആൾക്കാർ കണ്ടിട്ട് അവർ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഉടനെ വന്നതാണ്. ഇവരുടെ പശ്ചാത്തലം എന്താണ് കേട്ടോ? ശരിക്കും ഒരു ഈ സാമ്പത്തിക പ്രശ്നമുള്ള കുടുംബമാണോ? ഇല്ല, സാമ്പത്തിക പ്രശ്നം ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. കുറച്ചാൾ ഇവർ ഇവിടെ നിന്ന് മാറി നിന്നു, ഈ രാഗിണിയൊക്കെ ഇവിടെ നിന്ന് മാറി നിന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇവർ ഇവിടെ വന്നിട്ട് എന്തോ ഒരു വർഷമാകുള്ളൂ വാടകയ്ക്ക്, 1.5 വർഷം വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അവര് വീടും കുറച്ചടുത്തുണ്ട്, ഒരു 1/2 കിലോമീറ്ററിനകത്ത്. മംഗലത്ത് പോകണമല്ലോ? ഇല്ല, ഇവിടെ കാവൻപുറം എന്ന് പറഞ്ഞിട്ട് അവിടെ. അവിടെയാണ് അവരുടെ യഥാർത്ഥ വീട്. അതെ. ഇവിടേക്ക് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. ഇതാണ് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഈ വാർഡ് മുൻ മെമ്പർ പറയുന്ന അനുസരിച്ച് കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും അമ്മുമ്മയും ഒരു അമ്മാവൻ 22 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അയാളുടെ മുറിയിൽ തീ കത്തിച്ചതിന്റെ പാടുകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അതെന്ത് എന്ന് സ്ഥിരീകരണമാണ് ഇനി വേണ്ടത്. അതുകൊണ്ട് അതറിയാനാണ് ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ അമ്മാവന്റെ ഇക്കാര്യത്തിലെ ഇടപെടലും ദുരൂഹത ഉണർത്തുന്നതാണ്. ഇവർ തമ്മിൽ കുടുംബപരമായ തർക്കമുണ്ടായതാണോ ഇതിനുള്ള ഈ കുട്ടിയെ ഈ രീതിയിൽ കിണറ്റിലേക്ക് ഇടാനുള്ള കാരണമെന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ പോലീസിനുള്ളത്. പക്ഷേ അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കൊലപാതകം തന്നെ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയെന്ന കാര്യം നമ്മുടെ റിപ്പോർട്ടർ അരുൺ മോഹൻ കൂടി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അരുൺ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ പോലീസിന് ലഭിക്കുന്ന സൂചനകൾ? അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതിയുമായി രംഗത്തെത്തുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ രാത്രി തന്നെ അറിഞ്ഞിരുന്നു. അതെ, വെളുപ്പാൻകാലമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അമ്മ ആണ്, ശ്രീതു ആണ് കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ എത്തിയ പോലീസ് സംഘത്തിന് ഒരു ദുരൂഹത ഉയർന്നിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ വളരെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ അകത്തെ വീട് തീ കത്തിയ ഒരു നിലയിൽ കണ്ടു. അമ്മാവന്റെ മൊഴിയാണെന്ന് തോന്നുന്നല്ലേ? അമ്മാവന്റെ മൊഴിയും ഈ പറയുന്ന അമ്മയുടെ മൊഴിയിലൊക്കെ പോലീസിന് ആദ്യമേ പോലീസ് പറയുന്നത് ഒരു നാടൻ അമ്മാവന്റെ മുറിയിലാണെന്ന്. അതെ, കണ്ടെത്തിയ സ്ഥലത്തൊക്കെ ഈ പറയുന്നത് അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഒരു നാടകം കളിക്കുന്നുണ്ട്, ഇതിനെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയായിരുന്നു അവർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ രാവിലെ പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടി കിണറ്റിലുണ്ടെന്നുള്ളത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി. തീർച്ചയായും പോലീസ് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയെന്നാണ് മനസ്സിലായത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ഒരു ഷെഡിൽ അവരുടെ 3 പേരും ആത്മഹത്യ ചെയ്യാൻ തരത്തിലുള്ള ഒരു കയർ കണ്ടെത്തിയതായി നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരം. നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പുറകിലുള്ള സ്ഥലത്ത് നമുക്ക് കണ്ടെത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ചിലപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇതിനുള്ള ഒരു നീക്കങ്ങളായിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ ഒരു മരണാന്തര ചടങ്ങ് നടക്കേണ്ട ഒരു വീടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ 16 അടിയന്തരമാണ് ഇന്ന് നടക്കേണ്ടത്. ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് കൂടുതൽ അതിന് വരും മണിക്കൂറുകൾ പോലീസ് ചോദ്യം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് പോലീസ് ബാലരാമപുരം സ്റ്റേഷനിലാണോ ഉള്ളത്? തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഇവരെ ഈ പറയുന്ന ബാലരാമപുരം സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന അമ്മയും അമ്മുമ്മയും അച്ഛനെയും അമ്മാവിനെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും അവർ ചോദ്യം ചെയ്ത് വരുന്നു. എന്തായാലും പോലീസ് ഏറെക്കുറെ അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആരും അല്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം രാത്രി 2 മണിക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി 2 മണിക്കാണ് കുട്ടിയെ കാണാനില്ല നമ്മുടെ ആദ്യത്തെ മൊഴി വരുന്നത്. മൊഴിയെ തുടർന്നായിരുന്നു ഈ പറയുന്ന മറ്റ് അന്വേഷണങ്ങളും നീക്കങ്ങളും പോകുന്നത്.